ഇപ്പോൾ വിദ്യാഭ്യാസ മന്ത്രി വി ശിവൻകുട്ടി മാധ്യമങ്ങളെ കാണുന്നു. തത്സമയം അവയിലെ ഒരുപാട് പ്രതീക്ഷകളുമായി ദാരിദ്ര്യം ഉണ്ടെങ്കിൽ പോലും വിദ്യാഭ്യാസം നടത്തുന്ന ഒരു മകനാണ് നമുക്ക് നഷ്ടപ്പെട്ടത്. അവൻ ചെരുപ്പെടുക്കുന്നതിന് വേണ്ടി പിന്നെ ഈ ഷെഡിന്റെ മുകളിൽ കയറി അതൊന്നും ഒരു കുറ്റമായിട്ട് കാണാൻ വേണ്ടി കഴിയില്ല. അതൊക്കെ കുട്ടികളുടെ സാധാരണഗതിയിൽ കളിക്കുന്ന അവസരത്തിൽ പന്തെടുക്കാനും പിന്നെ അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ തന്നെ അത് ചെയ്യാറുണ്ട്. ഇതില് ഒരു വിദ്യാലയം എന്നുള്ള നിലയിൽ വന്നിട്ടുള്ള അനാസ്ഥയെ സംബന്ധിച്ചിടത്തോളമാണ് നമ്മൾ ഗൗരവമായിട്ട് കാണേണ്ടത്. കേരളത്തിലെ സമൂഹം ആകത്തായി ഇത് ഉണർന്ന് ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. എന്റെ ഭാഗത്തു നിന്നുള്ള കാര്യം ഞാൻ പറയാൻ പോകും, വിദ്യാഭ്യാസ വകുപ്പിൽ നിന്നുള്ള കാര്യം പറയാൻ പോകും. ഞാൻ ഇന്നലെ പറഞ്ഞ കാര്യം വീണ്ടും പറയുകയാണ്. ഈ HM-മാർക്കും പ്രിൻസിപ്പൽമാർക്കും സ്കൂളിലെ മറ്റ് അധ്യാപകർക്കും എന്ത് ജോലിയാണ്? അവർക്ക് അവരുടെ പ്രശ്നങ്ങളൊക്കെ തന്നെ പരിഹരിച്ചല്ലേ മുന്നോട്ട് പോകുന്നത് ഗവൺമെന്റ്. ഈ സ്കൂൾ തുറക്കുന്നതിന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത് കഴിഞ്ഞ 4 വർഷക്കാലവും വലിയ തയ്യാറെടുപ്പുകളാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യവും ഏതാണ്ട് 14,000-ഓളം വരുന്ന സ്കൂളുകളിൽ വലിയ തയ്യാറെടുപ്പ് നടത്തി മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി. ഇതിനപ്പുറം നമുക്ക് എന്താ ചെയ്യാൻ വേണ്ടി? മുഖ്യമന്ത്രി യോഗം വിളിച്ചു കൂട്ടി സർക്കുലർ അയച്ചിട്ടും അതിനോട് ഒരു പ്രതികരണമില്ലാത്ത നിലപാടെടുക്കുന്ന അധ്യാപകരും പ്രഥമാധ്യാപകരും പ്രിൻസിപ്പാൾമാരുണ്ടെങ്കിൽ അത് നമ്മളെ പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ പിന്നെ അതിന് യോജിച്ച കാര്യമല്ല. കേരളത്തിന്റെ സംസ്കാരം അനുസരിച്ച് യോജിച്ച കാര്യമല്ലെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ നോക്കൂ, 2025 മെയ് മാസം 13-ാം തീയതി പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ ഇറക്കിയിട്ടുള്ള സർക്കുലറാണ്. ഞാൻ ഒന്ന് വായിക്കാം. അതിൽ 9-ാം ഖണ്ഡിക സ്കൂളുകളിലേക്കുള്ള വഴി, സ്കൂൾ പരിസരം, കോമ്പൗണ്ട് എന്നിവിടങ്ങളിലുള്ള വൈദ്യുത പോസ്റ്റ്, ഇലക്ട്രിക് ലൈൻ, സ്റ്റേ വയർ, സുരക്ഷാ വേലികൾ ഇല്ലാതെയുള്ള ട്രാൻസ്ഫോമറുകൾ മുതലായവ അപകടകരമാം വിധം കാണുകയാണെങ്കിൽ ആയത് ബന്ധപ്പെട്ട KECB അധികൃതരെ അറിയിക്കുകയും കുട്ടികളുടെ സുരക്ഷിതത്വം ഉറപ്പാക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കേണ്ടതുമാണ്. ഇതാണ് ഇറക്കിയ സർക്കുലർ. ഈ സർക്കുലർ അവിടുത്തെ HM പ്രിൻസിപ്പാളും വായിച്ചിട്ടുണ്ടോ? ഈ ഗതികേട് ഉണ്ടാവുമായിരുന്നോ? ഇങ്ങനെ ഇപ്പൊ നമ്മൾ ദുഃഖിക്കേണ്ട അവസരം ഉണ്ടാവുമായിരുന്നോ? എന്ന് മാത്രമല്ല, ഈ സർക്കുലറിന്റെ അടിസ്ഥാനത്തിൽ അവർ ഒരു നടപടിയും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കുന്നത്. പോട്ടെ, വേറൊരു വാദം പറയുന്നത് ഞങ്ങൾ ഇലക്ട്രിസിറ്റി ബോർഡിനെ അറിയിച്ചു. ഇലക്ട്രിസിറ്റി ബോർഡിനെ ആവർത്തിച്ച് അറിയിച്ചിട്ടും ഇത് മാറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ അവര് മാറ്റുന്നത് വരെ ഇലക്ട്രിസിറ്റി ബോർഡിനെ സമീപിച്ചുകൊണ്ടിരിക്കണം. മാറ്റുന്നത് വരെ. അല്ലെങ്കിൽ തൊട്ടുയർന്ന ഉദ്യോഗസ്ഥന്മാരെ അറിയിച്ചു. അവര് വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർ, ജില്ലയിലെ കാര്യങ്ങൾ നോക്കുന്ന ആള്, DE ഉണ്ട്, അവിടെ AE ഉണ്ട്. ശരി, ഇവരാരും ഇത് പരിഗണിക്കുന്നില്ല. മന്ത്രി അവർ അറിയിച്ചോ ഇങ്ങനെ ഒരു വിഷയമുണ്ട്, ഇലക്ട്രിസിറ്റി ബോർഡ് മന്ത്രിയുമായിട്ട് സംസാരിച്ചുകൊണ്ട് നമുക്ക് ഈ കാര്യം ക്രമീകരിക്കണമെന്ന് പറഞ്ഞോ? അപ്പൊ ഇതെല്ലാം ഒരുപാട് അന്വേഷണത്തിനൊന്നും പോകാതെയുള്ള കുറ്റകൃത്യങ്ങളാണ് ചെയ്തിട്ടുള്ളത്. അപ്പൊ കുറ്റം ചെയ്തവർ അത് ശിക്ഷിക്കപ്പെടണം എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. ആരെ ശിക്ഷിക്കപ്പെട്ടാലും പിന്നെ മകന്റെ കുടുംബത്തിന് എന്ത് സഹായം ചെയ്താലും നഷ്ടപ്പെട്ടത് തിരിച്ചു കിട്ടില്ലല്ലോ. നഷ്ടപ്പെട്ടത് തന്നെയാണ്. വളരെ മിടുക്കനായിട്ടുള്ള ഒരു കുട്ടിയായിരുന്നു. നാട്ടിൽ പൊതുവിൽ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട കുട്ടിയായിരുന്നു. അപ്പൊ അതുകൊണ്ട് ഇന്ന് ഉച്ചയ്ക്ക് ശേഷം മുഴുവൻ റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ വിദ്യാഭ്യാസ വകുപ്പ് ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യും. മറ്റ് സ്കൂളുകളിലും മറ്റ് വിദ്യാലയങ്ങളിലും ഉള്ള ബന്ധപ്പെട്ടവർക്കും കൂടെ മാതൃകയായിരിക്കും. ഈ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ 2 ആഴ്ചയ്ക്കുള്ളിൽ ഈ സർക്കുലർ മെയ് മാസം 13-ന് വിദ്യാഭ്യാസ വകുപ്പ് ഇറക്കിയ സർക്കുലർ ഒന്നുകൂടി പരിശോധിച്ചിട്ട് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് വിഷയ അടിസ്ഥാനത്തിൽ പരിശോധിച്ചിട്ട് അതിന്റെ റിപ്പോർട്ട്
വിദ്യാഭ്യാസ ഡെപ്യൂട്ടി ഡയറക്ടർമാർ വിദ്യാഭ്യാസ ഡയറക്ടർ കൈമാറണമെന്നുള്ള നിർദ്ദേശം ഇന്ന് കൊടുക്കുകയാണ്. നമ്മൾ സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് അവലോകന യോഗം സാധാരണ PTയുടെ നേതൃത്വത്തിലും അധ്യാപകരുടെ നേതൃത്വത്തിലും യോഗം ചെയ്യുന്നതാണ്. എന്തെങ്കിലും അപകടകരമായ സാഹചര്യം ഉണ്ടെങ്കിൽ അത് വിലയിരുത്തും. പക്ഷെ ആ സ്കൂളിൽ എന്തെങ്കിലും തരത്തിൽ വിലയിരുത്താൻ നേരത്തെ ആ സ്കൂളിൽ നടത്തിയിട്ടുണ്ടോ? ഈ നേരത്തെ EBയുടെ ലൈൻ മേലോട്ട് പോകുന്ന അവരെ ഇൻഫോം ചെയ്തിട്ടുണ്ട്? അങ്ങനെയുള്ള വിവരങ്ങൾ പ്രാഥമിക റിപ്പോർട്ടിൽ ലഭിച്ചിട്ടുണ്ട്? ഇല്ല, ഞാൻ അത്തരം വിവരങ്ങളൊന്നും ലഭിച്ചിട്ടില്ല. സാധാരണഗതിയിൽ നമ്മുടെ സർക്കിളിൽ അതെല്ലാം പറയുന്നുണ്ട്. സർക്കിൾ എത്ര പേജ് ഉള്ള സർക്കിളിൽ അല്ല, ഫിറ്റ്നസ് അവർ വാങ്ങിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. അത് പരിശോധിക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ഫിറ്റ്നസിന്റെ ലഭിച്ച കോപ്പി എടുക്കാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. ആ ഫിറ്റ്നസ് കൊടുത്തവർ അതിന് മറുപടി പറയേണ്ടി വരും. ഒരു കാരണവശാലും ഇതിന് ഫിറ്റ്നസ് കൊടുക്കാൻ വേണ്ടി പാടില്ലല്ലോ. പണ്ട് 10 വർഷം മുമ്പേ ഫിറ്റ്നസ് കൊടുത്തെന്ന് പറഞ്ഞാൽ അത് വേറെ കാര്യം. ഇപ്പോഴത്തെ കാര്യം പറഞ്ഞാൽ മതി. ഇപ്പോഴാണല്ലോ ഒരു പ്രശ്നം ഉണ്ടായത്. യഥാർത്ഥത്തിൽ ഒരു കാരണവശാലും ആ ലൈൻ അതുവഴി പോകാൻ അനുവാദം കൊടുക്കാൻ പറ്റില്ല കാര്യമാണ്. ഇന്നലെ ഈ സംഭവം ഉണ്ടായ മണിക്കൂറിനകം അത് അവിടെ കട്ട് ചെയ്തല്ലോ. അത് കട്ട് ചെയ്ത് നടപടി സ്വീകരിച്ചല്ലോ. അപ്പൊ അതിന്റെ അർത്ഥം നടക്കാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഈ സർക്കിളിൽ തന്നെ പറയുന്നുണ്ട്, വിദ്യാഭ്യാസ AEO, DEO തുടങ്ങി സ്ഥലത്തിരിക്കുന്ന യോഗം ചേർന്ന് വിലയിരുത്തണമെന്ന് പറയുന്നുണ്ട്. അത്തരത്തിൽ ഉന്നത ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് അങ്ങനെ വിലയിരുത്തലുണ്ടായി? അല്ല, അത് എനിക്ക് അത് അറിയില്ലല്ലോ. കേരളത്തിലാകെ നടന്നിട്ടുള്ളതാണല്ലോ. നമുക്ക് അത് വിലയിരുത്തൽ നടത്തിയതിനെ സംബന്ധിച്ചിടത്തോളം രേഖ തന്നെ വാങ്ങാൻ വേണ്ടി പോവുകയാണ്. എല്ലാ DEO മാരുന്ന രേഖ തന്നെ വാങ്ങാൻ വേണ്ടി 10 പേജുള്ള സർക്കിളാണ്. മുഖ്യമന്ത്രി വിളിച്ചുകൂട്ടിയ യോഗത്തിൽ ചർച്ച ചെയ്ത കാര്യമാണ്. ഇനിയിപ്പോ ആരാ ഇതിൽ ഇടപെട്ടത്? മുഖ്യമന്ത്രി ഇന്നലെ ഡൽഹിയിൽ നിന്ന് 2-3 പ്രാവശ്യം വിളിച്ചിരുന്നു കാര്യങ്ങളിൽ ഇടപെട്ട് കാര്യങ്ങൾ ചെയ്തതിനു വേണ്ടി. ഈ കെട്ടിടത്തിന്റെ നിർമ്മാണത്തിന് പഞ്ചായത്ത് അനുമതി കൊടുത്തിട്ടുണ്ട്. അത് അനധികൃതമാണോ? ഒപ്പം തന്നെ ഈ KSEB പോലീസിന്റെ അന്വേഷണം നടത്തുന്നു. ഇക്കാര്യത്തിലുള്ള സംയുക്ത അന്വേഷണത്തിൽ എല്ലാ വകുപ്പുകൾക്കെതിരെ സ്വാഭാവികമായ നടപടി ഉണ്ടാവും. ഞാനിപ്പോ എന്റെ വിദ്യാഭ്യാസ വകുപ്പിനെ സംബന്ധിച്ചോളം പറയാം. LSD ബോർഡിനെ സംബന്ധിച്ചോളം അദ്ദേഹം പറയേണ്ടതാണ്. മുഖ്യമന്ത്രി കസ്റ്റം നടപടി സ്വീകരിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സ്വാഭാവികമായിട്ട് അത് ആഭ്യന്തര വകുപ്പ് പോലീസുമായിട്ട് ബന്ധപ്പെട്ടുള്ള സംഗതിയാണ്. വിദ്യാഭ്യാസ വകുപ്പിനെ പറ്റി ഞാൻ പറഞ്ഞതെന്നൊക്കെ മനസ്സിലായല്ലോ. അതിലൊന്നും ഒരു വിട്ടുവീഴ്ച ഉണ്ടാവില്ല. ഒരു സ്വാധീനത്തിനും വഴങ്ങുന്ന പ്രശ്നമില്ല. കസ്റ്റം നടപടി നമുക്ക് രാജ്യത്ത് നിലവിലുള്ള നിയമം അനുസരിച്ചും എടുത്തിട്ടുള്ള തീരുമാനം അനുസരിച്ചും കർശന നടപടി LSD ബോർഡ് ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കൊരു സംഭവം ഉണ്ടായിക്കഴിഞ്ഞാൽ അത്തരം കാര്യങ്ങളിൽ ചെയ്യാൻ പറ്റുള്ളൂ.